അതിരാവിലെ പ്രാർത്ഥിച്ചെണ്ണീറ്റു. അത്യാവശ്യം ജോലികൾ ഒതുക്കി അമ്മയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെസഹ അപ്പം എത്തിക്കേണ്ട അടുത്ത് എത്തിച്ചു. നമ്മുടെ വരവും കാത്തിരിക്കുകയാണ് ചക്കി. സ്നേഹം പ്രകടിപ്പിച്ച് പള്ളിയിലേക്ക് പോകാനുള്ള പരിപാടി നോക്കി. ഇതാണ് നമ്മുടെ സ്വന്തം ഇടവക പള്ളി. നമ്മുടെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെസഹ അപ്പം ഓരോ യൂണിറ്റുകളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആതുരാലയങ്ങളിലേക്ക് പോവുകയാണ്. മന്ന എന്ന് പറയുന്നൊരു പേരിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മുടെ MCMൻ്റെ ആയുർവൈദ്യ ജില്ലയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി നമ്മൾ നടത്തുന്നത്. നമ്മുടെ 1K ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു. അതെല്ലാം വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തത്. അതൊന്നും നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു. ഇന്ന് നമ്മൾ MCY ആയുർവൈദ്യ ജില്ലയുടെ നേതൃത്വത്തിലുള്ള മന്ന എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് കുരിയോട് അങ്ങനെ നമ്മൾ ഒരുപാട് ആതുരാലയങ്ങളിൽ ഈ പെസഹ അപ്പം കൊണ്ടുചെല്ലുന്നുണ്ട്. ഈ ശാരീരികമായും മാനസികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും കൂടെ ഈ ഒരു പെസഹയുടെ ഭാഗമാക്കി മാറ്റുക. അതോടൊപ്പം തന്നെ അവർക്കൊരു ആശ്വാസം നൽകുന്ന ലക്ഷ്യത്തോടുകൂടി ഈ പെസഹ അപ്പം നമ്മുടെ ഈ ആതുരാലയങ്ങളിൽ നമ്മൾ കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. കുരിയോട് ബെത്സൈദ, അതുപോലെ തന്നെ കോക്കാട് അമ്മ വീട്, വാളകം നമ്മുടെ ഗാന്ധി ഭവൻ, ഈ 3 ആതുരാലയങ്ങളിലാണ് നമ്മൾ ഈ ഇന്നത്തെ പെസഹ അപ്പം എത്തിക്കുന്നത്. നമ്മളിപ്പോൾ പെരിങ്ങള്ളൂർ പള്ളിയിലാണ്. പെരിങ്ങള്ളൂർ പള്ളിയിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് പെസഹ അപ്പം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ യൂത്ത് പിള്ളേരെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ മലപ്പേരു പള്ളിയാണ്. മലപ്പേരു യൂണിറ്റിലെ യുവജനങ്ങൾ നമുക്കിപ്പോൾ പെസഹ അപ്പം കൊണ്ടുതരും. അത് വാങ്ങിച്ച് നമ്മുടെ ടീം ആഴി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതേം കൂട്ടി നമ്മൾ ആദ്യമേ കുരിയോട് ബെത്സൈദയിലാണ് പോകുന്നത്. ഞങ്ങളെ എല്ലാ വർഷവും പെസഹ അപ്പവുമായി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട് ഇവിടെ. അവരുടെ മുഖത്തെ സന്തോഷം, അവരുടെ സ്നേഹവും പ്രാർത്ഥനയും എന്നും ഞങ്ങൾക്ക് പ്രചോദനമാണ്. അവരുടെ മനസ്സ് നിറച്ച് ഞങ്ങൾ ഗാന്ധി ഭവനിലേക്ക് യാത്രയാവുകയാണ്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ കോക്കാട് അമ്മ വീട്ടിൽ പോയിരുന്ന ടീം അവിടെ എത്തിച്ചേർന്നിരുന്നു. ഇവിടെ ഞങ്ങളുടെ ഡയറക്ടേഴ്സിനും ആനിമേറ്റർ സിസ്റ്ററും ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഏറെ സന്തോഷത്തോടെ അടുത്ത ദൗത്യത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങുകയാണ്. താങ്ക് യു.